ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഗുണമാണ് കൺവിൻസിങ് സ്കിൽ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയം ആരംഭിക്കുന്നത്. സെയിൽസിലാണെങ്കിലും ബിസിനസ്സിൻ്റെ ഏത് ശാഖയിലാണെങ്കിലും തീർച്ചയായിട്ടും നന്നായി കൺവിൻസ് ചെയ്യാൻ അറിയുന്ന ഒരാൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനുള്ള 6 മെത്തേഡ്സ് ആണ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റാണ്, വിച്ച് ഈസ് കോൾഡ് റാഷണൽ പെർsuasion. അതായത് വളരെ കൃത്യമായിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയാണ് റാഷണൽ ആയിട്ടുള്ള പെർsuasion. കൃത്യമായിട്ടുള്ള ഡാറ്റ, കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അനാലിസിസ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് കൃത്യമായി സമർത്ഥിക്കുകയും അതിൻ്റെ ഒരുപാട് തെളിവുകൾ, പ്രൂഫുകൾ കാണിച്ചു കൊടുക്കുകയും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചുകൊണ്ട് ഒരാളെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ റാഷണൽ പെർsuasion. അത് വളരെ ഈസിയാണ്, കാരണം ലോജിക്കൽ ബ്രെയിൻ ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും. കാരണം ലോജിക്കലി നമ്മൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു കാറൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മൈലേജിൻ്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ആ കാറ് ഒരു 10 വർഷം ഓൺ ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ മൈലേജ്, പെട്രോളിൻ്റെ കോസ്റ്റ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ചിലവൊക്കെ എടുത്തിട്ടാണ്. ഇത് അൾട്ടിമേറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള, ഹിസ്റ്റോറിക്കലായിട്ടുള്ള പെർഫോമൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു തീരുമാനത്തിലെത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള പെർsuasion ഏറ്റവും ആദ്യത്തെയും ഏറ്റവും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റയും ഹിസ്റ്റോറിക്കൽ അനാലിസിസും അതിൻ്റെ പെർഫോമൻസും എല്ലാം എടുത്തുകൊണ്ട് അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അവരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തേത് വളരെ സിമ്പിളാണ്, പക്ഷെ അത്ര എളുപ്പമല്ല, കുറച്ച് ലോങ് ടേം പ്രോസസ്സാണ്. നല്ല റാപ്പോവും ട്രസ്റ്റും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുമായിട്ട് വളരെ ശക്തമായ റിലേഷൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം അയാൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയധികം ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെലിവറി കൊണ്ടാണ്. അവർക്ക് ഉപകാരമുള്ളത് മാത്രമേ ഇയാൾ സജസ്റ്റ് ചെയ്യൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ബ്ലൈൻഡായിട്ടുള്ള ഒരു വിശ്വാസം ജനിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും പല സെയിൽസ് പീപ്പിളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. സ്ഥിരമായി മാനേജ് ചെയ്യുന്ന ചില അക്കൗണ്ടുകൾ 10, 15, 20 വർഷമൊക്കെ ആയിട്ട് ഒരേ അക്കൗണ്ട് തന്നെ മാനേജ് ചെയ്യുന്ന സെയിൽസ് പീപ്പിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം കൃത്യമായിട്ടുള്ള സമയത്ത് വിളിക്കുകയും കൃത്യമായ സമയത്ത് ഡെലിവറി കൊടുക്കുകയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, വലിയ ട്രസ്റ്റ് ഉണ്ടാവുകയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സെയിലൊക്കെ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ഒക്കെ ചെയ്യും. അടുത്തത് ഷോ സോഷ്യൽ പ്രൂഫ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പിന്തുടരുന്ന ഒരു കാര്യം പിന്തുടരാൻ മിക്കവർക്കും എളുപ്പമാണ്, ഇഷ്ടമാണ്, സേഫാണെന്നുള്ളൊരു ഫീലിംഗ് ആളുകൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഒരു കാര്യമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും, നമുക്ക് വിശ്വസനീയമായ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തിലുള്ള പല ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ഈ സോഷ്യൽ പ്രൂഫ് നൽകുന്നത് ഒരാളെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ഉപകരിക്കും. പലപ്പോഴും ഈ മെൻസ്ട്രൽ കപ്പുകൾ എല്ലാവരും ഒന്നും, എല്ലാ സ്ത്രീകളൊന്നും ഉപയോഗിക്കുന്നില്ല. പല ആളുകൾക്കും പല പേടികളൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ച് ചില അബദ്ധധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലൊന്ന് എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്ന ചില ആളുകൾ ഉപയോഗിക്കുന്നു, അവരത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി പല സാധനങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടി കൺവിൻസ് ചെയ്യാനായിട്ട് സോഷ്യൽ പ്രൂഫുകളെ മറ്റുള്ള ആളുകളും നാട്ടുകാരുമൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിച്ചാൽ എളുപ്പമാണ്. അടുത്തത് ഇമോഷണൽ അപ്പീലാണ്. ഇമോഷണൽ അപ്പീൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് നാടിനും ചുറ്റുമുള്ളവർക്കുമൊക്കെ ഉണ്ടാകുന്ന മാറ്റം എടുത്തു കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഒരു സാധനം കൊണ്ട് മറ്റുള്ള പല ആളുകളും ബെനിഫിറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ബെനിഫിറ്റഡ് ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ ചാരിറ്റിയിലൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഓക്കെ, ഞാൻ കാരണം ഒരു മാറ്റം ഉണ്ടായിക്കൊള്ളട്ടെ. അതൊരു ഇമോഷണൽ അപ്പീലാണ്. പലപ്പോഴും ഇത്തരം ഇമോഷണൽ അപ്പീൽ കാരണം നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും മേടിക്കാറുണ്ട്. ഈ അക്വാഫിന പണ്ട് കാലത്ത് അവരുടെ ബോട്ടിലിനകത്ത്
അവരെത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് എത്രമാത്രം വെള്ളം പുതിയതായി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു സ്റ്റോറി അതിനകത്ത് ചെയ്തിരുന്നു. അപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടാക്കാൻ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു ഫീലൊക്കെ ആ സ്റ്റോറിയിലൂടെ അവർ തരാറുണ്ട്. അത്തരത്തിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് സ്റ്റോറികളും നമ്മളെ ഈ ഇമോഷണൽ അപ്പീലിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അടുത്ത ഒരു മെക്കാനിസം എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ഓർ എക്സ്പെർട്ടീസ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ വാക്കാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് പ്രധാനമാണ്. വരുത്തി തീർക്കൽ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡൊമെയിനകത്ത് വലിയ ഡൊമെയിൻ നോളജുള്ള ഒരാൾ പറയുമ്പോൾ നമുക്ക് അതിനോട് അത് ശരിയായിരിക്കാം എന്നുള്ള സാധ്യത അല്ലെങ്കിൽ തോന്നലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരാളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ മേഖലയിൽ, നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ ഇലക്ട്രീഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് നോളജുള്ള, ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള, നല്ല ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്ത് പരിചയമുള്ള, ഒപ്പം ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, വളരെ ഒത്തോറിറ്റിയുള്ള ഒരാളാണെങ്കിൽ എന്ത് ഇലക്ട്രിക്കൽ ഇഷ്യൂ വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ലോകം മുഴുവൻ പറന്നെത്തുന്നത് കാണാം. അപ്പോൾ എത്രമാത്രം എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുവോ നിങ്ങൾക്ക് അത്രമാത്രം കൺവിൻസിങ് സ്കില്ല് കൂടും എന്നുള്ളതിൽ സംശയം വേണ്ട. അടുത്തത് യൂസിങ് റെസിപ്രോസിറ്റി എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കാര്യം അവർ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പലപ്പോഴും നമ്മളൊരു ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നല്ല എക്സ്പെർട്ടീസുള്ള ആൾക്കാരുമായിട്ട് ആയിരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ വിൽക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോവുകയാണ്. എന്നാൽ അയാൾ വലിയ പ്രോസ്പെക്റ്റാണ്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആദ്യം തന്നെ അയാളെ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ നിൽക്കരുത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അക്നോളജ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അറിവിനെ വലിയൊരു സംഭവമായിട്ട് മനസ്സിലാക്കുകയും അത് ആ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുന്നത് കാണാം. ആ എക്സൈറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിനുണ്ടായ ഒരു ഗുഡ് ഫീലിംഗ് നമുക്ക് അദ്ദേഹം തിരിച്ചു തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയും അതിൻ്റെ ഫലം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന റെസിപ്രോസിറ്റി എന്ന് പറയുന്ന രീതി. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങുന്ന രീതികളുണ്ട്. ഈ വെന്യൂ മാർക്കറ്റിംഗ് ഒക്കെ അതിൻ്റെ ശൈലിയാണ്. അതായത് ഏതെങ്കിലും ഒരു വെന്യൂവിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഹോളിഡേ പാക്കേജൊക്കെ സെല് ചെയ്യുന്ന രീതിയൊക്കെ ഈ റെസിപ്രോസിറ്റിയുടെ മറ്റൊരു മെത്തഡോളജിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് മെത്തഡോളജീസ് ഈ പറയുന്ന കൺവിൻസിങ്ങിന് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 മെത്തഡോളജീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിൽ ഏതെങ്കിലും പുതിയ മെത്തഡോളജീസ് ഉണ്ടെങ്കിൽ ദയവ് ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.